പകുതി വെള്ളം തറയപ്പോയെന്ന് തോന്നില്ല. എന്താ ടേസ്റ്റ്? അതാണ് സാധനം. മതിയും കൊതിയൊക്കെ മാറിയില്ലേ? മാറിയില്ലേ? ഇനിയും വേണം. തരുന്നുണ്ട് എന്റെ അളിയനെ. കരിക്ക് കരിവളിയാ അളിയ, അത് മൊത്തം അളിയനുള്ളതാണേ. എങ്ങോട്ടാ? തേങ്ങ അപ്പൊ എനിക്കില്ലേ? വേണമെങ്കിൽ സ്വന്തമായിട്ട് ഇടിച്ചു പിടിച്ചു കൂടി. കീടു കേട്ടോ അളിയ ബാക്കി കൂടിയില്ലേ? വെള്ളം പോണം. തീർന്നത്. തീർന്നു. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. അല്ല, ഞാനും ബാക്കിയുണ്ട്. എന്തായിരുന്നു ബാക്കി? കരിക്ക വേണ എന്നായിരിക്കട്ടെ. അത് പൊട്ടിച്ചാ പൊട്ടിച്ച് കുടി അങ്ങോട്ട്. ലച്ചുസേ, ഈ സ്ത്രീകൾ എപ്പോഴും എല്ലാ കാര്യത്തിലും ഈ പുരുഷന്മാരെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പാടില്ല. ഇൻഡിപെൻഡന്റ് ആവണ്ടേ? കുടിക്കും. ശരി ശരി, ആ മോഹൻ നോക്ക്, ഞാൻ തന്നെ പൊട്ടിച്ചു തരാം. വേണ്ട, ഞാൻ പൊട്ടിച്ചോളാം, എനിക്കറിയാം. കണ്ടോ? അലക്കണ് പോസില്ല. കാല് പോയാ പൊട്ട് നമുക്ക് ഇനി കരിക്ക് വേണോ? വേണ്ടല്ലോ. വിറകാണ്, അതേ ചെന്ന് കയറാൻ നോക്കണം. ചില അന്തരീക്ഷം തെളിഞ്ഞ ദിവസങ്ങളിലെ സന്ധ്യക്ക് മുന്നേ ഇവിടെ വന്നിരിക്കണം എന്റെ സിദ്ധു. ഭയങ്കര രസാ. ഇവിടെ ഇരിക്കണ ചേച്ചി ഉണ്ടോ? എന്തോ ചേച്ചിക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ലേ? അയ്യോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം. അവൻ ആ വഴിക്ക് പോവായിരുന്നെ, എന്തിനാ വിളിച്ചു വരുത്തണേ? അത് എന്നോടുള്ള സ്നേഹം. എന്തായിരുന്നു പരിപാടി രണ്ടുപേരും കൂടെ? ഞങ്ങളിങ്ങനെ കൊച്ചുവർത്താനൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. പിന്നെ ചേച്ചി പോയ വഴിക്ക് നമ്മുടെ ഉമേശ്വരനെ കണ്ടു കേട്ടോ, ജംഗ്ഷനിൽ വെച്ച്. എന്നിട്ട് പൊക്കിക്കൊണ്ട് വരാത്ത? അയ്യോ, എങ്ങനെ നൈസിന് വഴി അങ്ങ് പോയി. ഉമേശേട്ടാ അവിടെ കടയിൽ നിന്ന് കയറി പിടിച്ചു. ചേച്ചിയെ ഇവിടെ അമ്മൂമ്മ തിരക്കുന്നുണ്ടായിരുന്നു. തിരക്കുന്നുണ്ടായിരുന്ന? അവിടെ പറയുന്നുണ്ടായിരുന്നു, അടുക്കള വെച്ചിട്ട് ലച്ചു എന്തോ സാധനം എടുത്ത് വെക്കത്തില്ലെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന്. കുറ്റല്ല, അത് കുഴപ്പമില്ല, അത് കുറച്ച് കഴിയുമ്പോ പറഞ്ഞു നിർത്തിക്കോളും. ചേച്ചി അങ്ങോട്ട് ചെല്ല്. നിനക്ക് എന്താടാ? കുറച്ച് കഴിയുമ്പോ ഭയങ്കര തല്ലാവേ, ഇല്ലെങ്കിൽ വടി എടുത്തോണ്ട് ഇങ്ങോട്ട് വരും. ഞാൻ പോയിട്ട് വരാം. മാറി പോ, പെട്ടെന്ന് ഇങ്ങോട്ട്. അളിയാ, എന്താടാ? ഞാൻ നൈസിലി ചേച്ചിയെ പറഞ്ഞു വിട്ടതേ അളിയന്റെ അടുത്ത് കുറച്ച് കാര്യം പറയാനാണ്. എന്താടാ പറയാനുള്ളത്? പറ. ഞാനേ നമ്മുടെ ഉമേശേട്ടനെ കണ്ടെന്ന് പറഞ്ഞല്ലേ, ഉമേശേട്ടൻ നമ്മുടെ ബാലാപ്പൂപ്പിന്റെ കട നിൽക്കായിരുന്നു. അവിടെ നിന്ന് മുറുക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആണെങ്കിൽ നല്ല സൂപ്പർ മുറുക്കാനോട്. അപ്പൊ അങ്ങനെ നിന്ന കൂട്ടത്തില് ഞാൻ ഇങ്ങനെ ഓർത്ത്, അളിയ ഒരു ദിവസം പറഞ്ഞല്ലേ, നാട്ടിൽ വന്നിട്ട് മുറുക്കിയില്ല ഒരു മുറുക്കാൻ കിട്ടിയായിരുന്നു, നീ കൊള്ളായിരുന്നു എന്നൊക്കെ. അളിയന് മുറുക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? മുറുക്കാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയാ മുറുക്കും. കിട്ടിയാ മുറുക്കും, ഉറപ്പാണ്. പിന്നെ അളിയ നല്ല സെറ്റ് സാധനമാണ് കേട്ടാ. മുറുക്കി നോക്ക്, എന്നിട്ട് പറ. അളിയാ, ഈ വെറ്റിലുണ്ടല്ലോ ഒട്ടും അങ്ങോട്ട് മൂക്കാനും പാടില്ല എന്നും പറഞ്ഞ് കിളിന്താവാനും പാടില്ല. അളിയാ, ഒന്ന് എടുത്താ. ഓ അങ്ങനെ അളിയന്റെ കൈ കൊണ്ടെങ്കിൽ അളിയന്റെ കൈ